രാജു പി നായർ. കഴിയുമെങ്കിൽ ഈ പാട്ടൊന്ന് പാടാൻ നോക്കുക. ഇന്നീ പാർട്ടി ലോകമെങ്ങും നാണം കെടാൻ കാരണഭൂതൻ കേരളത്തിന്റെ പിണറായി സഖാവ് തന്നെ. അൻവർ പറഞ്ഞതും ഇപ്പൊ ഇവിടെ CPIയുടെ പ്രതിനിധി വളരെ ആവേശത്തോടെ പറയും. എന്താ പറഞ്ഞത്? അതിന്റെ എസൻസ് എന്താ? ഈ കഴിഞ്ഞ നാളുകളിൽ PV അൻവർ നടത്തിയ മുഴുവൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചു. ഇപ്പൊ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി PV അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഒരു ആള് ആരോപണം ഉന്നയിച്ചാൽ അയാളെ അപ്പൊ തന്നെ അയാളുടെ വിശ്വാസ്യത ഇല്ലാതെയാക്കാൻ നോക്കുക. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഒന്ന്, പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ സ്വർണ്ണക്കടത്തിൽ പങ്കാളി, പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി, P ശശി കാട്ടുകള്ളൻ, ADGP അജിത് കുമാർ സ്വർണ്ണക്കടത്തുകാരൻ, ഉന്നത നേതാക്കൾ അഴിമതിക്കാർ, തൃശൂർ BJPക്ക് പിണറായി നൽകിയ സമ്മാനം, റിയാസ് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കോടിയേരി അന്ത്യയാത്രയിൽ അപമാനിച്ചു, പൂരം കലക്കിയത് BJPക്ക് വേണ്ടി, പിണറായി RSSനോട് സന്ധിയിൽ, ADGP മുഖ്യനെ അങ്കിൾ എന്നാണ് വിളിക്കാറ്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. പിണറായി വിജയന്റെ കണ്ണിലെ കരടായി PV അൻവർ മാറുന്നത് എപ്പോഴാ? തന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് തട്ടിപ്പ് വ്യാപാരം മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞതോടെയാണ് PV അൻവർ അനഭിമതനായി മാറുന്നത്. PV അൻവർ ADGPയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഗൗരവതരമായ ആരോപണമായിരുന്നു, ഇല്ലേ? ഈ P ശശിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിക്ക് ഗൗരവതരമായ ആരോപണമായിരുന്നു. ഈ പൂരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിക്ക് ഗൗരവതരമായ കാരണമായിരുന്നു. സ്വർണം തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തട്ടിപ്പുകാരൻ പത്രസമ്മേളനം നടത്താൻ വന്നു. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞ ഈ ഗ്രാമുകൾ കുറയുന്നത്, എങ്ങനെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതോടെ പിണറായി വിജയൻ PV അൻവറിനെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഏജന്റാക്കി മാറ്റി. നിങ്ങൾ അതിര് കിടക്കുന്നു. ഇനി ഇങ്ങോട്ടേക്ക് സ്വപ്ന സുരേഷിന്റെ സ്റ്റേറ്റ്മെന്റ് മുതൽ മുഴുവൻ ഇങ്ങോട്ടെടുത്ത് കണക്ട് ചെയ്തോ. ഈ കേരളത്തിലെ CPIയുടെ നേതാക്കന്മാർക്ക് മുഴുവൻ സ്വർണം പൊട്ടിക്കലുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യൂ. അപ്പോൾ പിണറായി വിജയനെ തൊട്ടത് എവിടെയാണ്, നൊണ്ടത് എവിടെയാ? തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം അൻവർ ഇല്ലാതെയാക്കാൻ പോകുന്നു. അതാണ് പ്രശ്നം. ഇതൊരു നടത്തു പോണ മാതിരില്ല. സ്വർണ്ണ തട്ടിപ്പിന്റെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? പക്ഷെ പിണറായി വിജയന്റെ ബിസിനസിനെ പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് അൻവർ ശത്രുവായി മാറുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും. അതിനു മുമ്പ് ജയിക്ക് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നത്. ജയിക്ക് മര്യാദ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിൽ വന്ന് പഠിപ്പിക്കേണ്ടതാണോ? പുതുപ്പള്ളിയിലെ ജനങ്ങൾ നിങ്ങളെ മര്യാദ പഠിപ്പിച്ചത് നിങ്ങളുടെ മുമ്പിലില്ലേ? മര്യാദ പഠിപ്പിക്കാൻ എന്ന പദവും പറഞ്ഞപ്പോൾ നിങ്ങൾ തടയാത്തതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത്. ഞാൻ എന്റെ വിയോജിപ്പ് അറിയിച്ചാണ്. അവനൊക്കെ BJP ഓഫീസിൽ പോയി വിളിക്കണം. അതാണ് മര്യാദ. അവന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇവിടെ വന്ന് ഇറങ്ങരുത്. അദ്ദേഹം സംസാരിക്കാൻ മിണ്ടിയില്ല. മര്യാദ അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അല്ല, ഞാൻ പറഞ്ഞു ഈ പറയുന്ന പദാവലികൾ ഉപയോഗിക്കേണ്ട TP ജയചന്ദ്രൻ. ശരിയാണ്. വിട്ടേക്കോ. അല്ല, ഞാൻ പറഞ്ഞു തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. അവനെന്ന പദപ്രയോഗം തെറ്റാണ്. TP ജയചന്ദ്രൻ മാഷ് പറഞ്ഞോളൂ. ഇങ്ങോട്ടിറക്കല്ലേ ആ പയ്യനെന്നാ ഞാൻ പറഞ്ഞു. പറയുന്നത് അവൻ പയ്യെന്ന് പറയുന്ന പോലെയാണോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കയ്യിലൊന്നും അല്ല, അത് ഇവിടെ തന്നെ വെക്കും. ജയിക്ക് നിങ്ങൾ വന്ന് ഞമ്മക്ക് ക്ലാസ് എടുക്കണ്ട. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ വാദങ്ങൾ അതൊക്കെ നിർത്തിക്കളാം, വെച്ചാ മതി. ഇപ്പൊ അൻവറിന്റെ മുമ്പിൽ പൂച്ച പോലെ ഇരിക്കുന്ന നിങ്ങള് അല്പമെങ്കിലും വീര്യമുണ്ടെങ്കിൽ അൻവറിനോട് കാണിക്കേ. പിണറായി വിജയൻ ഈ തോതിൽ അമ്പരിക്കുന്നവരെ പോയിട്ട് കാണിക്കേ. ചാനലിൽ വന്ന് നമ്മളെല്ലാം മര്യാദ പഠിപ്പിക്കേണ്ടത്. മര്യാദ പഠിപ്പിക്കേണ്ടവരും
അത് BJP അല്ല RSS അല്ല ഏത് വലിയവനായാലും വരും കേട്ടല്ലോ. അല്ല പഠിപ്പിച്ച് അല്ല, വിട്ടേക്ക്, please, please. കണ്ടല്ലോ. അല്ല, വിഷയത്തിലേക്ക് ചെങ്കൊടി മാറ്റാൻ പോയവൻ എവിടെ എത്തിയെന്ന് കണ്ടല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്നോട് തെരഞ്ഞെടുപ്പ് തോൽവികളുടേതാണ് അതുപോലെ ചോദിച്ച ചോദ്യം തൃശ്ശൂർ പൂരത്തിൽ അന്വേഷണത്തിൽ ജയിക്കാൻ നിർത്തുന്നേ എന്റെ അവസരം വരുമ്പോ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അല്ല, നിന്റെ ഒന്നും പിന്നെ പറയല്ലേ. ആ മര്യാദയൊക്കെ ഞാൻ കാണിക്കാം. നിന്റെ അവസരം ഞാൻ പറയുന്നുണ്ട്. പറയല്ലേ, നിങ്ങൾ RSSന്റെ ആഫീസിൽ പോയി പറയണം. റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു.